September FM September 25 RTP. September 25 RTP. വളരെ ഇമ്പോർട്ടന്റ് കേസ് സിനാരിയോ ആണ്. Mint Technologies, a startup in the IT infrastructure space, is planning to enter the computer networking market with a specialized offering VPN connectivity solution for enterprise with distributed office networks. The company recently won a significant tender from a major national bank to set up the secure VPN connection across 100 branches. 100 branches ആണ് secure connection കൊടുക്കുന്നത്. The leadership team is excited but cautious as this move requires significant upfront investment and ongoing capabilities. Okay, to evaluate financial viability of this project, you have been hired as a consultant. Okay, financial viability check ചെയ്യാൻ you have been hired as a consultant. Okay, they have forecasted the number for 5 years. എത്ര വർഷത്തേക്കാണ്? 5 years. അപ്പോൾ 5 years ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാവും. 5 years ആണ്. 5 years. Yes, 5 years തന്നിട്ടുണ്ട്. They have assumed that they will grow at industry average 3% afterwards. അപ്പം 5 yearsന് ശേഷം 3% എന്താണ്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ്. ഓക്കെ, എന്താണ്? കോൺസ്റ്റന്റ് ഗ്രോത്ത്. ഏത് വർഷത്തിന്റെ? 5 years. 5 yearsന് ശേഷം 3% ആഫ്റ്റർവേർഡ്സ് എന്നാണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ്. നമ്മൾ കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡിവിഡൻഡ് ഗ്രോത്ത് മോട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? P0 = D1 / KE - G പഠിച്ചിട്ടുണ്ടല്ലേ? P0 ഷെയർ പ്രൈസ് ഓഫ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എമൗണ്ട് പഠിക്കുന്നില്ലേ? യെസ്, D1 / KE - G. ഓക്കെ, നെക്സ്റ്റ്, Mint will invest all the money for capex. Capex like invest ചെയ്യുന്നു അല്ലേ? Mint will invest all the money for capex in the infrastructure and equipment. All money എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ capex in the infrastructure and equipment. Mint is planning to issue 50 million shares. 50 million shares in lieu of the amount. In lieu of the amount എത്രയാണ്? എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവര്? 50 million shares. Okay. Mint will have to keep upgrading the infrastructure and equipment to cover different office of various clients. Okay. Next, Mint expect an initial investment of around 150 million. അപ്പൊ initial investment എത്ര വരുന്നത്? In network access as initial setup cost. അപ്പൊ initial investment Mint എത്രയാണ് കൊടുക്കുന്നത്? Initial investment, yes, എത്രയാണ്? Year 0 എത്രയാണ്? Year 0 എത്രയാണ്? 150 million. 150 million ആണ് അവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. 150 million ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 150 million എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 million എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്. 150 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1500 lakhs ആണ്. ഓക്കെ, ഇയർ 0. ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് കണക്ടിങ് ഡിഫറെന്റ് ഓഫീസസ്. ഓക്കെ, നെക്സ്റ്റ്, need to invest additional 10 million every year. Every year എത്രയാണ് additional invest ചെയ്തത്? എത്രയാണ്? 10 million every year starting from the beginning of the year. That means year 0 തന്നെ അവർ എന്ത് ചെയ്യാൻ പറ്റും? beginning of the year തന്നെ 10 million additional invest ചെയ്യുന്നുണ്ട്. 10 million എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 lakhs additional investment and expected to grow 10% every year. Expected to grow 10% every year. അങ്ങനെയാണ് 10%. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 1500 lakhs നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തു. പ്ലസ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യാം? 100. അപ്പൊ എത്ര? 1600. നെക്സ്റ്റ് ഇയർ 2 നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യും? അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് 100 lakhന്റെ 10%. എത്രയാണ്? 110 lakh. ഇയർ 3 എത്ര ഇൻവെസ്റ്റ് ചെയ്യും? 110ന്റെ 10%. അങ്ങനെയല്ലേ വരിക? അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. യെസ്,
അപ്പൊ ബിഗിനിങ് ഓഫ് ദ ഇയർ തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇയർ യെസ്. അപ്പൊ ഇയർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇയർ 0-ൽ 1500 നെറ്റ് വർക്കിന് വേണ്ടി എത്ര? നെറ്റ് വർക്കിന് വേണ്ടി 1500 ഇൻവെസ്റ്റ് ചെയ്തു. പ്ലസ് എത്രയാണ്? 100 ലാക്സ് അല്ലെ? 100 ലാക്ക് ആണ്, ലാക്സിലാണ് പറയുന്നത്. 100 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എത്ര? 1600 നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തു. 1600 അല്ലെ? അത് കഴിഞ്ഞ ശേഷം നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യാം? യെസ്, ഇയർ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1. യെസ്, ഇയർ 1-ൽ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം നമ്മള്? അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1 എത്ര ഇൻവെസ്റ്റ് ചെയ്യാം? 110 ഇൻവെസ്റ്റ് ചെയ്യാം. ഇയർ യെസ്, ഇയർ 2-ൽ എത്രയാണ്? അറ്റ് എൻഡ് ഓഫ് ഇയർ 2, ദാറ്റ് മീൻസ് ഇയർ 3. ഓക്കെ, ബിഗിനിങ് ഓഫ് ഇയർ 3 എത്രയാണ്? 110 × 10%. 110% എത്രയാണ്? 121. 110 × 10%. ഓക്കെ, 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇയർ 3 എത്ര വരാം? ഇയർ 3 1.3 പോയിന്റ് വരുന്നുണ്ടോ? 0.1. ഓക്കെ, യെസ്. ഇയർ 4 എത്ര വരാം? 133.10 into 1.1 എത്രയാണ്? 146.41. ഇതെല്ലാം ലാക്സിലാണ്. അപ്പൊ ഇനീഷ്യൽ ഇയറിൽ 1600, പിന്നെ 110, 121 അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ അത്. ഓക്കെ, ഇവിടെ all the expenditure including initial setup cost from year 1. ഇയർ 1, that means നമ്മൾ ഇയർ 0 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് നമ്മൾ എത്ര എടുക്കണ്ടേ? ഇയർ 1 ആയിട്ട് എടുക്കണം. ഇയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ 1-ലാണ് നമ്മൾ ചെയ്യുന്നത്. ഇയർ 2 ആണ്, ഇയർ 3 ആണ്. യെസ്, ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഇയർ 3 ആണ്, ദെൻ ഇയർ 4 ആണ്, ദെൻ ഇതെന്താണ്? ഇയർ 5 ആണ്. എല്ലാം ബിഗിനിങ് ഓഫ് ഇയർ. മനസ്സിലായില്ലേ? യെസ്, ഇയർ അതായത് നമ്മൾ എസ്യൂം ചെയ്യണം. ഓക്കെ, ഇയർ 1 ഇനീഷ്യൽ, ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1, 2, 3, 4, 5 അങ്ങനെ തന്നെ വേണം. assume all the expenditure including setup cost from year 1. ഇയർ 1 മുതലാണ് വരിക. യെസ്, ഇയർ 1, 2, 3, 4, 5 ക്ലിയർ? മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. അപ്പൊ നമുക്ക് ടോട്ടൽ നെറ്റ്വർത്ത്. യെസ്, നമുക്കറിയാൻ പറ്റും എത്രയാണ് നമുക്ക് വരിക? ടോട്ടൽ നെറ്റ്വർത്ത് എത്രയാണ് വരിക? ടോട്ടൽ നെറ്റ്വർക്കിന്റെ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ നെറ്റ്വർക്ക് ഫസ്റ്റ് ഇയർ 1600, സെക്കൻഡ് ഇയർ എത്ര വരും? ക്യൂമുലേറ്റ് 1600 പ്ലസ് 110 എത്ര? 1710. മിന്റെയോ? 1710 പ്ലസ് 181 121 എത്ര? 1831. then എത്രയോ? 1964.10. യെസ്, 1964.10 പ്ലസ് 146.41 എത്ര വന്നു? അടുത്ത 2110.41 പ്ലസ് 4.41 പ്ലസ് 5 ആണല്ലോ. 5 ആണ്. യെസ്, ക്ലിയർ? അപ്പൊ നമ്മൾ ടോട്ടൽ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇയർ നമ്മൾ ചെയ്തില്ലേ? യെസ്, നെക്സ്റ്റ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടോട്ടൽ ക്യൂമുലേറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്. ദ എക്യുപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് വാരീസ് വിത്ത് നമ്പർ ഓഫ് ബ്രാഞ്ചസിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, ദിസ് വാരീസ് വിത്ത് ടൈം ആൻഡ് currently it is 0.01 million per office. 0.01 per million എന്ന് പറഞ്ഞാൽ 0.01 million മീൻസ് എത്രയാണ്? 1 million എന്ന് പറഞ്ഞാൽ 10 lakh. 0.01 million 10% എന്ന് പറഞ്ഞാൽ 1 lakh. 10 lakh 10% 1 lakh അല്ലെ? അപ്പൊ 1 lakh ആണ് നമുക്ക് എന്ത് വരിക? എക്യുപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ബ്രാഞ്ചസിലേക്കുള്ള 0.1 million per ഓഫീസ്. ഒരു ഓഫീസിലേക്ക് 1 million ആണ് വരിക. 1 lakh ആണ് വരിക. ക്ലിയർ? 1 lakh അല്ലേ വരിക? ഓക്കെ. Initially, Mindri has won a tender of 100 branches of a bank and expecting it to grow at 30% for the next 5 years. That means 100 ആണ് നമ്മുടെ ഇയർ 1-ലെ ബ്രാഞ്ച് അല്ലെ? നെക്സ്റ്റ് അടുത്ത വർഷം എത്രയാവും?
അത് എത്ര ആവണോ? 100ന്റെ 30% എത്രയാണ്? 130 ആവും. 100 into 1.30 എത്ര വരും? 130 ആവും. 130 അല്ലേ? അടുത്ത വർഷം എത്രയാവും? 130 into എത്രയാണ്? 1.3 എത്ര വരും? എത്ര വരും? 169 ആവും അല്ലെ? 169 പോയിന്റ് എത്ര വരും? ഇല്ല, 169 into 1.3 എത്ര വരും? 219.6 എടുക്കാൻ പറ്റും. ബ്രാഞ്ചസ് ഉണ്ടാവോ? 6 ഉണ്ടാവോ? ഹോൾ നമ്പറിൽ നോർമൽ ഹോൾ നമ്പറിൽ എടുക്കാൻ പാടുള്ളൂ. 219 എടുത്ത 219 into 1.3 എത്ര വരും? 284. അത് എടുക്കാൻ പറ്റില്ല. 284. ഇതല്ലേ നമ്മുടെ ബ്രാഞ്ചസ് അതെ, ഇതല്ലേ ഓരോ ബ്രാഞ്ചസ് ഇൻക്രീസ് ചെയ്ത്. ഓക്കെ, ഇതാണ് ബ്രാഞ്ചസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചസിന്റെ അപ്പൊ ഒരു ബ്രാഞ്ചിലേക്ക് നമുക്ക് എത്രയാണ് ഒരു വർഷത്തേക്ക് വരിക? എത്രയാണ് വരിക ഒരു വർഷത്തേക്ക്? ഒരു ബ്രാഞ്ചിലേക്ക് എക്യുപ്മെന്റ് എത്ര വേണം? 1 lakh rupees. 1 lakh rupees 0.1 million അല്ല പറഞ്ഞേ, പെർ ഓഫീസ് 0.1 million പെർ ഓഫീസ് ആ പറഞ്ഞത്. 1 lakh rupees ആണ് വരിക. ക്ലിയർ? ബ്രാഞ്ച് സംഭവം മനസ്സിലായി. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താ? അടുത്ത പോയിന്റ്, Mint is expected to have maintenance cost of 10% for equipment and 15% for network. Mint is expecting to have a maintenance cost of 10% for equipment. Equipment 10%. Yes, maintenance 10% for equipment and 15% for network. Okay. അത് എത്രയാണുള്ള കാര്യം നമുക്ക് എക്സ്പെൻസിന്റെ കാര്യം നമുക്ക്. ഇത് എക്സ്പെൻസ് ആണ് അല്ലെ? ഇത് എക്സ്പെൻസ് അല്ല, മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് ഇത്. ഹാൻഡ്ലിംഗ് ഫോർ ഓൾ ഹിസ് കറണ്ട് മാൻ പവർ കോസ്റ്റ് എത്ര? 1 million. 1 million എത്രയാണ് ഇത്? കറണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാണ്? 1 million മീൻസ് എത്രയാണ്? 10 lakh അല്ലെ? ഓക്കെ, അതും എക്സ്പെൻസ് ആണ്. ഓക്കെ, 1 million. യെസ്, മാൻ പവർ കോസ്റ്റ് എത്ര? 1 million. Next അടുത്ത പോയിന്റ്, Mint has entered into an agreement with the local authority and has agreed to share എത്രയാണ്? 15% of the revenue with the same. അപ്പൊ ഇത് റവന്യൂ ആണ്. 15% revenue with the same revenue ആണ്. 50% revenue ആർക്ക് കൊടുക്കണം? ലോക്കൽ റവന്യൂടെ 15% അല്ലേ? ഓരോ വർഷവും ഏൺ ചെയ്യുന്ന. അപ്പൊ അതും എക്സ്പെൻസ് ആണ് നമ്മളെ സംബന്ധിച്ച് അല്ലേ? എക്സ്പെൻസ് അല്ലേ? 15% റവന്യൂ ലോക്കൽ അതോറിറ്റിക്ക് കൊടുക്കണം. നെക്സ്റ്റ്, Mint is expected to generate revenue of 0.5 million per office. ഒരു ഓഫീസിൽ 0.5 million പറഞ്ഞാൽ എത്രയാണ്? 5 lakh rupees. 5 lakh അല്ലേ? 10 lakhന്റെ പകുതി. And to remain competent in the market, it is not going to increase with inflation. Yes, that means നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കോൺസ്റ്റന്റ് ആണ്. ഈ 5 lakh per ഓഫീസ് റവന്യൂ എത്രയാണ്? ഒരു ബ്രാഞ്ചിൽ നിന്ന് എത്രയാണ്? 5 lakh പെർ. അത് കോൺസ്റ്റന്റ് ആണ്, അത് ഇൻക്രീസ്, ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നില്ല. ക്ലിയർ? ഇതെന്താണ് അപ്പൊ? റവന്യൂ. ഇതെന്താണ്? റവന്യൂ. റവന്യൂ ആണ്, ആറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് operating expenses will grow 10% every year. Yes, this is very important point. Capital expenditure and operating expenses will grow എത്രയാണ്? 10% every year. എല്ലാ വർഷവും 10% capital expenditure and operating expense will grow 10%. അപ്പൊ capital expenditure എന്ന് പറയുമ്പോൾ equipment എന്ന് പറയുന്നത് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്യുപ്മെന്റ് 10% ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യണ്ടേ? ഇൻക്രീസ് ചെയ്യണം. 10% എക്യുപ്മെന്റ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ടാക്സ് റേറ്റ് 30%. ഡിപ്രീസിയേഷൻ ഫോർ എക്യുപ്മെന്റ് ആൻഡ് നെറ്റ്വർക്ക് ഈസ് അസ്യൂംഡ് 10%. ഡിസ്കൗണ്ട് റേറ്റ് എത്ര യൂസ് ചെയ്യണ്ടേ? 20%. Assume all the expenditure including initial setup cost from year 1. Year 1 മുതലാണ് നമ്മുടെ ഇൻക്രീസ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാത്രമല്ല. യെസ്, ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എക്യുപ്മെന്റ് വേരീസ് വിത്ത് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓഫീസ്. ദിസ് വേരീസ് വിത്ത് ടൈം ആൻഡ് currently it is 0.1
million per office. That means ഒരു ഓഫീസിലേക്ക് എത്രയാണ് നമുക്ക് എക്യുപ്മെന്റ് വേണ്ടത്? എത്ര വേണ്ട? 1 lakh അല്ലേ? അപ്പൊ ഇനീഷ്യൽ ഫസ്റ്റ് ഇയർ എത്ര വേണ്ടി വരുമോ? 1 lakh into 100 എത്ര വരാം? എത്ര വരാം? 100 lakh. ഫസ്റ്റ് ഇയർ എത്ര വരാം? 100 lakh. സെക്കൻഡ് ഇയർ എത്ര വരാം? സെക്കൻഡ് ഇയർ എത്ര വരാം? ഇത് 100 lakh. ഓക്കെ, 1 lakh into സെക്കൻഡ് ഇയർ എത്ര വരാം? സെക്കൻഡ് ഇയർ എക്യുപ്മെന്റ് വരാം? എത്രയാണ് നമ്മുടെ എക്യുപ്മെന്റ് എത്ര ഇൻക്രീസ് ചെയ്ത് ശ്രദ്ധിക്കുക. അടുത്ത പോലെ ശ്രദ്ധിക്കാം. ഇനീഷ്യലി Mindeas won tender for 100 branches and bank expecting to grow 30% for the next years. നമ്മൾ ബ്രാഞ്ചസ് ഇൻക്രീസ് ചെയ്തു അല്ലെ? ബ്രാഞ്ചസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് യെസ്, ക്വസ്റ്റ്യൻ അത് ഈ പോയിന്റ് കൂടി ക്യുമുലേറ്റീവ് നോക്കണേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ ഗ്രോ 10% എവറി ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വിൽ ഗ്രോ 10% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ 100 lakh നമ്മൾ കൊടുത്തു. 100 lakh എന്തിനു കൊടുത്തു? എക്യുപ്മെന്റ് കൊടുത്തു. എക്യുപ്മെന്റ് കൊടുത്തില്ലേ? ക്ലിയർ, മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് ഇയറിൽ എത്രയാവും? എത്രയാണ് അഡീഷണൽ ബ്രാഞ്ചസ് വരുന്നത്? അഡീഷണൽ ബ്രാഞ്ചസ് എത്രയാണ്? 30 അല്ലെ? 130 അല്ലേ നെക്സ്റ്റ് ഇയറിൽ വരുന്നത്? ആ 130 minus 100 എത്രയുള്ള? 30 lakh അല്ലുള്ള? ഈ 30 lakhന്റെ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യണം? എത്ര പെർസെന്റേജ് ഗ്രോ ചെയ്തു? ക്യാപെക്സ് എത്ര വരുന്നത്? 10% എവറി ഇയർ ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ? 30 lakhന്റെ നമ്മൾ അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് 30 lakh. ഈ 30 lakhന്റെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇയർ അറ്റ് എൻഡ് ഓഫ് ഇയർ 2 ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വേണം? 1.10 എത്രയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക? 33 lakh ആവും. മനസ്സിലായോ? ഇയർ 2 എത്രയാവും? 33. മനസ്സിലായോ? 33 lakh ആയി. ഓക്കെ, ക്ലിയർ? ഈ 33 എങ്ങനെ കിട്ടിയ നമുക്ക്? 33 നമുക്ക് എങ്ങനെ കിട്ടിയ? 33 എങ്ങനെ കിട്ടിയ? 30 lakh into 30 ഓഫീസ് ഇൻറ്റു എത്രയാണ്? 1.10. ഇതാണ് 33 lakh വന്നിരിക്കുന്നത്. മനസ്സിലായോ? എഡീഷണൽ 33 lakh ആയി. ക്ലിയർ അല്ലേ? യെസ്. ഇയർ 3 ഇത് ഇയർ 2ലാണ്. ഇയർ 3ന്റെ എത്രയാവും? ഇയർ 3ന്റെ എഡീഷണൽ എത്ര വന്നിട്ടുള്ളത്? 169 minus 130 എത്ര വന്നിട്ടുള്ളത്? എത്രയാ? 39. അപ്പൊ 39 എന്ന് പറയുന്നത് 39 ആണ് ഓഫീസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, നമ്മൾ ഏത് ഇയർ എത്തി? ഇയർ 3 എത്തി അല്ലെ? ഇയർ 1ൽ എത്ര ഇൻക്രീസ് വേണം? 1.10 അല്ലെ? 2 വർഷമായില്ലേ? ഇയർ 2ൽ എത്ര വേണം? ഇയർ 2ൽ 1.10 ഇൻക്രീസ് ചെയ്യും. ഇയർ 3ൽ എത്രയാണോ? അഡീഷണൽ എത്രയാണ്? 1.10. അപ്പൊ ടോട്ടൽ എത്രയാവണോ? അഡീഷണൽ ഓഫീസിനാണ് വരുന്നത് 39 lakh. ഇയർ 2ൽ 1.10 ഇൻക്രീസ് ആയി, 10% ഇൻക്രീസ് ആയി. അഗൈൻ ഇയർ 3ൽ 1. എത്രയായി ഇൻക്രീസ്? എത്രയാണ്? 47.19. മനസ്സിലായോ? അപ്പം ഇയർ 2ൽ 33 lakh വന്നു, ഇൻക്രീസ് ചെയ്തു ഇക്വിപ്മെന്റ്. ഇയർ 3ൽ 47.19 വന്നു അല്ലെ? ഇയർ 4ൽ എത്ര വരും? ഇയർ 4ൽ എത്ര വരും? ഇയർ 4 യെസ്, എത്ര ഇൻക്രീസ് ചെയ്ത്? 219 minus 169 എത്ര ഇൻക്രീസ് ചെയ്തല്ല? 50 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 50 into എത്ര ഇൻക്രീസ് ചെയ്യണം? 50 into 110 1.10 into 1.10 into 1.10 3 times അല്ലെ? 1.10 into 1.10 എത്രയായിരുന്നു? 66.55 ഇയർ 3യുടെ. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4ന്റെ. ഇയർ 4ന്റെ അല്ലെ? ഇയർ 2ൽ 1.10 ഇൻക്രീസ് ചെയ്തു. ഇയർ 3ൽ 2 പ്രാവശ്യം 1.10 ഇൻക്രീസ് ചെയ്തു. ഇയർ 4ൽ 3 times 1.10 ഇൻക്രീസ് ചെയ്തു. ക്ലിയർ? ഇയർ 5ൽ എന്താവുന്നു? എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുക? എത്രയാ ഇയർ 5ൽ? ഇയർ 5 എത്രയാണ് ഡിഫറൻസ്? എത്ര? 284 minus 219 എത്രയാണ്? 65 into എത്രയാണ്? 1.10 into 1.10
into 1.10 into 1.10. 4 times. എത്രയായിരുന്നു? 95.1665. പോയിന്റ് ശ്രദ്ധിക്കണേ. 65. 95.665. 95.1665. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? മനസ്സിലായോ? അപ്പൊ എക്യുപ്മെന്റ് ഫസ്റ്റ് ഇയർ എത്രയാണ്? 100 lakh. അഡീഷണൽ എക്യുപ്മെന്റ് ഇയർ 2 എത്രയാണ്? 33 lakh. അഡീഷണൽ ഇയർ 3 എത്രയാണ് അഡീഷണൽ എക്യുപ്മെന്റ്? 47.19. ഇയർ 4 എത്രയാണ്? 66.55. ഇയർ 5 എത്രയാണ്? 95.1665. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ്, എക്യുപ്മെന്റിന്റെ സമയം ഇയർലി എക്യുപ്മെന്റ് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. നേരത്തെ എഴുതിയ അതിന്റെ തൊട്ട് താഴത്തെ ഇയർലി എക്യുപ്മെന്റ്. അപ്പൊ നമ്മള് അടുത്ത എക്യുപ്മെന്റ് ഇതാ. എക്യുപ്മെന്റ് അത് ഫസ്റ്റ് ഇയർ എത്ര നമ്മൾ പറഞ്ഞത്? 100. സെക്കൻഡ് ഇയർ എത്രയാണ്? 33 അല്ലേ? 33. തേർഡ് ഇയർ 47.19. 47.19. പിന്നെ അടുത്ത 66.55. നെക്സ്റ്റ് ഇയർ 95.1665. ഇതെല്ലാം വന്നിട്ടുള്ളേ. അപ്പൊ ഇത് ഓരോ വർഷത്തെ എക്യുപ്മെന്റ് ആണ്. ക്ലിയർ? അപ്പൊ ടോട്ടൽ എക്യുപ്മെന്റ് എത്ര വരാം? ടോട്ടൽ എക്യുപ്മെന്റ് എത്രയാ? ഫസ്റ്റ് ഇയർ 100 തന്നെ. സെക്കൻഡ് ഇയർ എത്ര? 133 ആയി. സെക്കൻഡ് എത്രയാണ്? 133 ആയില്ലേ? തേർഡ് ഇയറിൽ എത്ര? 133 പ്ലസ് 47.19. 180.19. നെക്സ്റ്റ് ഇയറിൽ എത്ര ആയിരുന്നു? 180.19 പ്ലസ് 66.55 എത്ര? 246.74. നെക്സ്റ്റ് ഇയറിൽ 341.9065. ഇതെല്ലാം ഒന്ന് ക്ലിയർ? അപ്പൊ ടോട്ടൽ എക്യുപ്മെന്റ് നമുക്ക് കിട്ടി. ടോട്ടൽ ഓരോ ഇയറിലുള്ള എക്യുപ്മെന്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഔട്ട്ഫ്ലോ നമുക്ക് കിട്ടൂലേ ഓരോ ഇയറിന്റെയും? ടോട്ടൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഏതെല്ലാം? ടോട്ടൽ ഔട്ട്ഫ്ലോ എത്ര വരാം? ഇയർ 1 ടോട്ടൽ ഔട്ട്ഫ്ലോ എത്ര? ടോട്ടൽ ഔട്ട്ഫ്ലോ എത്രയാണ്? ഇയർ 1 ടോട്ടൽ ഔട്ട്ഫ്ലോ എത്ര? ഞാൻ ടോട്ടൽ ഔട്ട്ഫ്ലോ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഔട്ട്ഫ്ലോ എത്രയാണ്? ഇയർ 1 എത്രയാണ്? 1600 പ്ലസ് എത്രയാണ്? 100 എത്രയാണ്? 1700 അല്ലേ? 1700 ഫസ്റ്റ് ഇയറിന്റെ ഔട്ട്ഫ്ലോ. ഓക്കെ, എത്ര? 1600 പ്ലസ് എത്രയാണ്? 100 അല്ലേ ഔട്ട്ഫ്ലോ വരുന്നത്? 100 എത്രയാണ്? 100 ആണ്. 1700 ആണ് ഇയർ 1ന്റെ ഔട്ട്ഫ്ലോ. ഇയർ 2ന്റെ ഔട്ട്ഫ്ലോ എത്രയാണ്? എഡീഷണൽ നെറ്റ്വർക്കിംഗ് എത്രയാണ്? 110 അല്ലേ? പ്ലസ് എത്രയാണ്? എക്യുപ്മെന്റ്, അഡീഷണൽ എക്യുപ്മെന്റ് എത്രയാണ്? 33. അപ്പൊ എത്ര വരും? 143. മനസ്സിലാവുന്നില്ലേ? ഇയർ 3ലെ ഔട്ട്ഫ്ലോ എത്ര വരാം? 121 അഡീഷണൽ നെറ്റ്വർക്ക് പ്ലസ് 47.19 എത്ര വരാം? 168.19. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എത്ര വരിക? ഇയർ 4 എത്ര വരിക? 66.55 പ്ലസ് 133.10 എത്ര വരുന്നുണ്ട്? 199.65. നെക്സ്റ്റ് 146.41 പ്ലസ് 95.1665 എത്ര വരുന്നത്? 2.5765. ഇതല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് നമ്മൾ ടോട്ടൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ടോട്ടൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്തെല്ലാണ്?
ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇയർലി ഇൻവെസ്റ്റ് ചെയ്യുന്ന അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. മനസ്സിലായില്ലേ? യെസ്. ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്താണ്. ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രമാണ് 1700 lakhs എന്ന് പറയുന്നത്. 1700 lakhs ഇനീഷ്യലി ആണ്. പിന്നെ ഓരോ വർഷം അഡീഷണൽ 143, 168, 199, 241 അങ്ങനെയാണ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ യെസ്. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ അതെന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത്? വാട്ട് ഈസ് CF80 ഫോർ ഇയർ 1? ഇയർ 1ലെ CF80 എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലെ? CF80 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. CF80 നമ്മൾ യെസ്, ഇത് ആൻസറിലേക്ക് പോവാം. ഓക്കെ, എത്ര വരില്ല? അപ്പൊ ഇതിന്റെ അത് CF80 കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഓഫീസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഓഫീസ് 100, 130, 169, 290, 284 കണ്ടുപിടിച്ചില്ലേ? ഓക്കെ. റവന്യൂ പെർ ഓഫീസ് എത്ര പറഞ്ഞ? 5 lakh. 5 lakh തന്നെയല്ലേ? സെയിം തന്നെ, ചേഞ്ച് ഇല്ലല്ലോ. ഇനി ഇന്നൊക്കെ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റിനകത്ത് റവന്യൂ ചേഞ്ച് ചെയ്യും. അങ്ങനെയായിരിക്കും വരിക. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ആഡ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് വരിക. ഓക്കെ, 5 lakh. യെസ്. അപ്പൊ നമുക്ക് ടോട്ടൽ റവന്യൂ എത്രയാണ്? 5 lakh into 100 എത്രയാണ്? 5 crore. 5 crore. 130 into 5 lakh, 6 crore 50 lakh. Yes. 8 crore 45 lakh. 10 crore 95 lakh. 14 crore 20 lakhs. മനസ്സിലായില്ലേ? റവന്യൂ മനസ്സിലായി. ഇനി അടുത്ത എത്രയാണ് നമ്മുടെ ഇവർക്ക് ലോക്കൽ അതോറിറ്റിക്ക് കൊടുക്കേണ്ടത്? 15%. അപ്പൊ 5 crore നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടിന്റെ എത്രയാണ്? 15% എടുത്താം. 75 lakhs. 97.5. 1 crore 26. മനസ്സിലായില്ലേ? ഓക്കെ. മാൻ പവറിന്റെ കേസ് എന്ന ക്വസ്റ്റ്യൻ പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കൂ. 10 lakh ആണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ എനിക്കറിയല്ലേ അല്ല 1 million അല്ലേ? എത്ര ഇൻക്രീസ് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നില്ലേ? എത്ര ഇൻക്രീസ് ചെയ്യുന്നു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? 10% എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ് നമ്മുടെ ഉള്ള? ഇപ്പം നമുക്ക് എത്രയാണ് ടോട്ടൽ എത്രയാ ഉള്ളത്? നമുക്കിപ്പം 130 ബ്രാഞ്ചസ് ആണ് ഉള്ളത് അല്ലെ? എത്ര ബ്രാഞ്ചസ് ആ ഉള്ളത്? 130 ബ്രാഞ്ചസ്. അപ്പൊ 130 ബ്രാഞ്ചസ് ആ ഉള്ളതെങ്കിൽ നമുക്ക് എത്രയാ വരിക? 130 ബ്രാഞ്ചസ് ആണെങ്കിൽ എത്ര വരിക? 130 into എത്രയാണ്? 130 into എത്രയാണ്? 1 lakh അല്ലെ? ഒരു ബ്രാഞ്ചിലേക്ക് എത്രയാണോ? 1 lakh അല്ലേ? എത്ര ഇൻക്രീസ്? ഇല്ല അല്ലെ? എത്ര ഇൻക്രീസ് നമ്മള്? യെസ്. ഇപ്പൊ നമ്മൾ 10 lakh ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ? 10 lakh ഇൻക്രീസ് ചെയ്ത് എത്ര ബ്രാഞ്ചസ് ഇൻക്രീസ് ചെയ്യുന്നത്? 30% നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. 30% ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? മാൻ പവർ കോസ്റ്റ് എത്ര ഇൻക്രീസ് ചെയ്യും? 30% ഇൻക്രീസ് ചെയ്യില്ലേ? ഗ്രോ ചെയ്യുമ്പോ നമ്മള് മാൻ പവർ ഇൻക്രീസ് ചെയ്യില്ലേ? അപ്പൊ 10 lakhന്റെ എത്രയാണ്? 10 lakh പ്ലസ് എത്രയാണ്? 30%. 30% എത്രയാ? 30% എത്രയാണ്? 13 lakh അല്ലേ വരുന്നത്? ഈ 13 lakhന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 10%, 1.10. അപ്പൊ എത്ര വരും? 14 lakh. ഇതെങ്ങനെയാ വന്നെന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ്റെ അത് കൃത്യമായിട്ട് നോക്കണം. ക്വസ്റ്റ്യൻ്റെ നമ്മൾ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. എന്താ പറയുക? മാൻ പവർ എത്ര? മാൻ പവർ യെസ്. To handle all this, current manpower is 1 million. Current manpower is 1 million. 10 lakh ആണ്. നമ്മൾ എത്ര ഓരോ വർഷവും 30% ഇൻക്രീസ് ചെയ്യുന്നില്ലേ? ബ്രാഞ്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് മാൻ പവർ ഇൻക്രീസ് ചെയ്യും. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ അത് ഈ ഒരു പോയിന്റിന്റെ അത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ക്യാപിറ്റൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വിൽ ഗ്രോ അറ്റ് 10% എവരി ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ? യെസ്. അതുകൊണ്ട് തന്നെ എത്ര വരും? 1.10 മൾട്ടിപ്ലൈ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. അപ്പൊ 114 പോയിന്റ്. ഇനി അടുത്ത വർഷം എത്ര എഴുതും? അടുത്ത വർഷം എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്?
10 ലാഖിന്റെ 30%, 13 ലാഖ് വന്നില്ലേ? 13 ലാഖ് വന്നു. 13 ലാഖ് വന്നു. ടോട്ടൽ 13 ലാഖ് ഇൻറ്റു എത്രയാണ്? എത്രയാണ് അടുത്ത് തന്നെ? 169 വന്നു അല്ലെ? അടുത്ത എത്ര വരിക? ഈ 20,44,900 എങ്ങനെയാ വന്ന് നോക്കിയട്ടെ. അപ്പം ഇയർ 1, ഇയർ 2 നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്? ഇയർ 3 എങ്ങനെയാ വരിക? ഇയർ 3 വരുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇപ്പോഴുള്ള ബേസ് 13 ലാഖാണ് ഇപ്പോഴുള്ളത് അല്ലെ? എത്ര ഉള്ളേ? 13 ലാഖ്. 10 ലാഖിന്റെ 30% അല്ലെ? ഇൻറ്റു 1.10 അങ്ങനെ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 10 ലാഖിന്റെ 30% നമുക്ക് 13 ലാക്സ് കിട്ടി. 13 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 13 ലാഖ് ഇൻറ്റു 1.10 അല്ലേ? ഈ 13 ലാഖ് നമുക്ക് എത്ര ഗ്രോ ചെയ്യണം? ഇനി അടുത്ത 30% ഇൻക്രീസ് ചെയ്യണ്ടേ? 30% ഇൻക്രീസ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ 1.130 എത്ര? 13 ലാഖ് ഇൻറ്റു 1.30 എത്ര? 16,90,000. അപ്പൊ ഇയർ 2 അവർ എത്ര ഇൻക്രീസ് ചെയ്തു? 1.10 അല്ലേ? ഇയർ 3 ഇൻക്രീസ് ചെയ്യണ്ടേ? 1.10 എത്രയോ? 13 ലാഖ് ഇൻറ്റു 1.30 ഇൻറ്റു 20,44,000. ഇത് ഇയർ 2 ഇത് ഇയർ 3 ഇൻക്രീസ് 1.10. 2 വർഷത്തെ ഇൻക്രീസ്. ക്ലിയർ? സെയിം ലൈക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇയർ 4 നിങ്ങൾ ചെയ്ത് നോക്കൂ. സെയിം ലൈക്ക് ഇയർ 4 നിങ്ങൾ ചെയ്യൂ. എത്ര വരില്ലേ? 13 ലാഖ് ഇൻറ്റു 1.30 നിങ്ങൾക്ക് എത്ര കിട്ടി? 13 ലാഖ് ഇൻറ്റു 1.30 നിങ്ങൾക്ക് എത്ര കിട്ടി? 16,90,000. ഇയർ 4 16 ലാഖ്. ഇയർ 3 16,90,000 അല്ലെ? 13 ലാഖ് ഇൻറ്റു 1.30 നമുക്ക് എത്ര കിട്ടി? 16,90,000 ഇൻറ്റു എത്രയാണ്? 1.10 ഇൻറ്റു 1.10 ഇൻറ്റു 1.10 എത്രയായിരുന്നു? 20 എത്രയാ? 30 എത്ര ഇയർ? എത്ര കിട്ടിയ? അപ്പൊ 16,90,000 1.30 ഇൻറ്റു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30% ഇൻക്രീസ് കിട്ടി. 1.3 ഇൻറ്റു 1.1 ഇൻറ്റു 1.1 1.1 എത്ര നിങ്ങൾക്ക്? 29,40,890. 29,20. അപ്പൊ നമുക്ക് മാൻ പവറിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈച്ച് ഇയർ എന്താണ് 130% ഇൻക്രീസ് ഉണ്ട്. നമുക്കറിയാൻ പറ്റും ബ്രാഞ്ചസ് ഇൻക്രീസ് ഉണ്ട്. പ്ലസ് 10% നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്രീസ്. യെസ്, എല്ലാം എടുക്കുക. യെസ്, നമുക്ക് ഇയർ 4 ഇയർ 5 എടുക്കുന്ന സമയത്ത് ചെറിയ ഡിഫറൻസ് വരും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ ഇൻക്രീസ് നമ്പർ ഓഫ് ഓഫീസ് എടുക്കുന്നത് പോയിന്റ് ഉണ്ട്. പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ 219 പോയിന്റ് സംതിങ് ആണ് 219 എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഡിഫറൻസ് ഇതിന്റെ അത് വരും അപ്രോക്സിമേഷന്റെ കേസിൽ. യെസ്, മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കേസിന് മെയിൻ്റെനൻസ് ഫോർ കോസ്റ്റ് ഫോർ എക്യുപ്മെന്റ് അത് എത്രയാണ്? 10% ഓഫ് എക്യുപ്മെന്റ് ആണ്. എക്യുപ്മെന്റ് എത്രയാണ്? ഇനീഷ്യലി നമ്മൾ 100 ലാഖ് ആണ് കൊടുക്കുന്നത് അല്ലെ? 100 ലാഖിന് എത്ര പെർസെന്റ് ആണ്? 10%. നമ്മൾ ചെയ്യില്ലേ? 10 ലാഖ്. സെക്കൻഡ് ഇയറിൽ എത്രയാണ്? 100 ലാഖ് പ്ലസ് 33 ലാഖ് എത്രയാണ് വരിക? 133 ലാഖ്സിന്റെ 10%. 10% എത്രയാണ്? 13,30,000. തേർഡ് ഇയർ എത്രയാണ്? 18 ലാഖ്സ് എത്രയാണ്? 18 ലാഖ് 1,000. 18 ലാഖ് എത്ര വരുന്നത്? 133 ലാഖ് 180.19 ലാഖ്സ് അല്ലെ? ഓക്കെ, അതിന്റെ 10%. യെസ്, ഫോർത്ത് ഇയറിൽ എത്രയാണ്? 246.74 ലാഖ്സിന്റെ 10%. ലാസ്റ്റ് ഫിഫ്ത് ഇയർ 341.90 ലാഖ്സിന്റെ 10%. അങ്ങനെയാണ് വരിക. മനസ്സിലായില്ലേ? യെസ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ് എക്യുപ്മെന്റിന്റെ കോസ്റ്റ്. മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ എത്ര വരുന്നത്? മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാണ്? മെയിൻ്റെനൻസ് കോസ്റ്റ് എത്ര? 15% വരിക. എത്ര? 1,600ന്റെ എത്ര പെർസെന്റേജ്? 15%. 15%. പിന്നെ അടുത്തോ നെക്സ്റ്റ് ഇയറിൽ എത്രയാണ്? നെക്സ്റ്റ് 1,000
1710 15%. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഇയർ. അടുത്ത നമ്മൾ എത്ര പറഞ്ഞിട്ടുള്ളത്? 15%. അപ്പൊ നമ്മൾ എല്ലാ വർഷത്തെയും അത് 15% നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് എടുക്കാം. അപ്പൊ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടി. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടിയില്ലേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് EBIT കിട്ടും. EBIT ബിഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്തു. യെസ്, ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ എത്ര പറയുന്നത്? ഡിപ്രീസിയേഷൻ എത്രയാണ്? 10% ഫോർ എക്യുപ്മെന്റും പിന്നെ 10% ഫോർ നെറ്റ്വർക്ക്. അപ്പൊ ടോട്ടൽ 1700 ഉണ്ടാവുക അല്ലെ? 1600 പ്ലസ് 100 ആണ് ഉണ്ടാവുക. അപ്പം 1700ന്റെ 10% 170 അല്ലെ? അടുത്ത എത്രയാണ്? അടുത്ത നോക്കണം, എത്ര വരുന്നത്? 1700 10%. നെക്സ്റ്റ് ഇയർ എത്രയാണ്? അടുത്ത 1843യുടെ 10%. 1843യുടെ 10% എടുക്കാം. ടോട്ടൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ വാല്യൂ. യെസ്, അപ്പൊ ഓരോ വർഷത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി നമുക്ക് 10% നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. EBIT കിട്ടും. EBIT നമുക്ക് EBIT കിട്ടി കഴിഞ്ഞാൽ യെസ്, EBIT നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇയർ EBIT 5 lakhs നെഗറ്റീവ് ആണ്. യെസ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, FM-ന്റെ കേസിൽ നമ്മൾ എന്ത് വേണം? FM നമ്മളെ അക്കൗണ്ട് ടാക്സ് പോലെയല്ല, ഇൻകം ടാക്സ് പോലെയല്ല. FM-ന്റെ നമുക്ക് ലോസ് ആണെങ്കിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ടാക്സ് എത്ര വരിക? 30%, 1,50,000 വരും. 5 lakhന്റെ 1,50,000 30%. അത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റ് കിട്ടും. 3,50,000 ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിനുള്ള ഡിപ്രീസിയേഷൻ 1,70 lakh നമ്മൾ ആഡ് ചെയ്യും. 170 lakhs ആഡ് ചെയ്യും. അപ്പൊ CFIT കിട്ടും 1,66,50,000. യെസ്, ഇതാണ് നമ്മൾ ആക്ച്വൽ CFIT എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കമ്പ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന CFIT ഇതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇയർ 1ന്റെ CFIT ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ? വാട്ട് ഈസ് ദ CFIT ഫോർ ദ ഇയർ 1 അല്ലെ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഒരു CFIT ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇയർ 1ലെ നമുക്ക് ടോട്ടൽ ഇയർ 1ന്റെ ഇൻഫ്ലോ CFIT പറയുന്നത് ഇയർ 1ന്റെ ഇൻഫ്ലോ ആണ്. നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇയർ 1ന്റെ ഔട്ട്ഫ്ലോ മൈനസ് ചെയ്ത് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടോ നോക്കാം. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടോ നോക്കാം. അത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1,700 lakhs ആണ് അല്ലെ? 1,600 പ്ലസ് 100 അല്ലേ എക്യുപ്മെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റിനകത്ത് നെറ്റ് CFIT ആണെന്നുള്ളത് എല്ലാ ഇയറിന്റെയും ഇവരെന്ത് ചെയ്യും? ഇയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വർക്കിന് 143 lakhs അല്ലേ? സെക്കൻഡ് ഇയറിന്റെ ഔട്ട്ഫ്ലോ ചെയ്തില്ലേ? 169.19 ആണ് തേർഡ് ഇയറിന്റെ ഔട്ട്ഫ്ലോ. 199.65 ആണ് ഫോർത്ത് ഇയർ ഔട്ട്ഫ്ലോ. ഇതൊക്കെ മൈനസ് ചെയ്ത് നമ്മൾ നെറ്റ് CFIT കണ്ടെത്തി. കാരണം ക്വസ്റ്റ്യനകത്ത് ഇവിടെ തന്നിരിക്കുന്ന CFIT നെറ്റ് CFIT ആണ്. മനസ്സിലാവുന്നുണ്ടോ? നെറ്റ് CFIT ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിന്റെ എത്രയാ? യെസ്, നെഗറ്റീവ് 15,33,500 ആണ്. യെസ്, ആൻസർ. മനസ്സിലായോ? വാട്ട് ഈസ് ദി CFIT ഫോർ ഇയർ 5? ഇയർ 5ലെ CFIT എത്രയാണ്? ഇയർ 5ലെ CFIT കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇയർ 5ലെ CFIT, നെറ്റ് CFIT. ഇയർ 5ലെ CFIT ഇതാണ് 4,02,25,02,268. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 5th. യെസ്, ആൻസർ എന്ന് പറയുന്നത്
ഇതാണ്. ഓക്കെ, ക്ലിയർ? കാൽക്കുലേറ്റ് ടെർമിനൽ വാല്യൂ. ടെർമിനൽ വാല്യൂ മീൻസ് എന്താണ്? ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ. ടെർമിനൽ വാല്യൂ മീൻസ് അറ്റ് ദ എൻഡിലുള്ള വാല്യൂ. ഓക്കെ, അറ്റ് ദ എൻഡിലുള്ള വാല്യൂ ആണ് ടെർമിനൽ വാല്യൂ. ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഡിവിഡന്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിവിഡന്റുമായിട്ട് ബന്ധപ്പെടുന്ന കോൺസെപ്റ്റ് ആഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെയാണ് ടെർമിനൽ വാല്യൂ കണ്ടെത്താം? ടെർമിനൽ വാല്യൂ ഇവിടെ നമുക്ക് നമ്മള് ഡിവിഡന്റ് ഡിസിഷൻ, അത് ഡിവിഡന്റ് എങ്ങനെ, ഗ്രോത്ത് മോഡൽ എങ്ങനെ ഡിവിഡന്റ് ആണ്? P0 ഈക്വൽ ടു എന്താണ്? P0 ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ K മൈനസ് G ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എൻഡ് ഓഫ് D1 നമുക്കറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? D1 നമുക്കറിയെങ്കിൽ D1 എന്ന് പറയുന്നതാണ് D0 into 1 plus G ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ടെർമിനൽ വാല്യൂ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി തന്നിട്ടില്ല. ബട്ട് ക്വസ്റ്റ്യനകത്ത് ഇനീഷ്യലി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയർ 5 ശേഷം നമുക്ക് എന്താണ്? 3% കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്. ഓർമ്മയുണ്ടോ? ഇയർ 5 ശേഷം കോൺസ്റ്റന്റ് ഗ്രോത്ത് എപ്പോഴാണ്? അപ്പൊ ആ കോൺസ്റ്റന്റ് ഗ്രോത്ത് ആഫ്റ്റർ 5 years ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, 5 years ശേഷമല്ല വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലൈക്ക് നമ്മൾ P0 കണ്ടെത്തിയിട്ട് നമ്മൾ D1 യൂസ് ചെയ്ത് P0 കണ്ടെത്തുന്ന പോലെ നമുക്ക് ടെർമിനൽ വാല്യൂ P5 നമുക്ക് കണ്ടെത്താം. D6 ഡിവൈഡ് ബൈ K മൈനസ് G എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? ടെർമിനൽ വാല്യൂ P5 കണ്ടെത്തണമെങ്കിൽ P5 എന്ന് പറയുന്നത് എങ്ങനെയാണ്? D6 എന്ന് പറയുന്നത് D5 into 1 plus G ഡിവൈഡ് ബൈ K മൈനസ് G ആണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഡിവിഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? CFAT ആണ്. നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പൊ CFAT ആകുമ്പോൾ എത്രയാണ്? 4,25,268 into 1. എത്രയാണ്? 1.03 അല്ലേ? 3% അല്ലേ? ക്വസ്റ്റ്യൻ ഇനീഷ്യലി പറയുന്നുണ്ട് 3% ആണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ഈ പോയിന്റ് ശ്രദ്ധിക്കാം. ആഫ്റ്റർ 5 years they have a constant growth of 3%. K എത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? K എത്രയാണ്? 20. ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്? 20% ആണ്. അങ്ങനെയാണെങ്കിൽ യെസ്, K എന്ന് പറയുന്നത് എത്രയാണ്? 0.20 ആണ്. G 0.03 ആണ്. ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായിട്ടാ? ചെയ്ത് നോക്കൂ. യെസ്, എത്രയുടെ? 24,37,17,801 അല്ലേ? ആൻസർ A ആണ്. ക്ലിയർ? What is the total present value of Mint Technologies? What is the present value? Total present value. Present value എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ എല്ലാം പ്രസന്റ് വാല്യൂ എടുക്കാം. നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടിയില്ല, നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? യെസ്, നെറ്റ് CFAT നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് വാല്യൂ എടുക്കാം. ഇതിന്റെ പ്രസന്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. യെസ്, ഇതിന്റെ എല്ലാം പ്രസന്റ് വാല്യൂ 15 lakh. യെസ്, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലോസ് ആണ്, നെഗറ്റീവ് ആണ്. സെക്കൻഡ് ഇയറിന്റെ എടുത്തു, അതിന്റെ 20% കൊണ്ട് ചെയ്തു. തേർഡ് ഇയർ നമ്മൾ ചെയ്തു. ഓക്കെ, തേർഡ് ഇയർ ഫസ്റ്റ് ഇയർ ചെയ്തു, ഏത് 20% കൊണ്ട്. സെക്കൻഡ് ഇയർ ചെയ്തു, തേർഡ് ഇയർ ചെയ്തു, ഫോർത്ത് ഇയർ, ഫിഫ്ത് ഇയറിൽ നമുക്ക് എന്തുണ്ട്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഫ്ത് ഇയർ, സിക്സ്ത് ഇയർ ഓൺവേർഡ്സ്. അപ്പൊ എന്ത് വേണം? അതിന്റെ വാല്യൂ എടുത്തു. ഇതല്ലേ കോൺസ്റ്റന്റ് ഗ്രോത്തിലുള്ള എമൗണ്ട്. ഓർമ്മയുണ്ടോ? ഇതേ ടൈപ്പിൽ നമ്മൾ ഡിവിഡന്റ് ഗ്രോത്ത് മോഡലില് ഡിവിഡന്റിന്റെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 4 or 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5th ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കോൺസെപ്റ്റിൽ ചെയ്ത ഒരു പ്രോബ്ലം ആണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇതാണ്, മനസ്സിലായോ? പ്രസന്റ് വാല്യൂ IRR കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ 20% എടുത്തപ്പോൾ NPV എന്താണോ? പോസിറ്റീവ് ആണ് അല്ലേ? 20% എടുത്തപ്പോ എന്താണ്? NPV എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ 20% കൂടുതൽ എന്തെങ്കിലും വേണ്ടി വരും.
NPV നെഗറ്റീവ് ആണെങ്കിൽ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20% കൂടുതൽ വേണ്ടി വരും IRR കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പൊ IRR എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്. അപ്പൊ നിങ്ങള് ഇതാണ് നമ്മുടെ ആൻസർ. വാട്ട് ഈസ് ദ ടോട്ടൽ പെർസെന്റ് വാല്യൂ ഓഫ് മിന്റ്? ഓക്കെ. കാൽക്കുലേറ്റ് IRR ഫോർ ദി കമ്പനി. IRR ഫോർ ദി കമ്പനി ഒരിക്കലും നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 20% ആകുമ്പോൾ നമുക്ക് എന്ത് വരുന്നില്ല? NPV നെഗറ്റീവ് വരുന്നില്ല. വരുന്നുണ്ടോ എന്നാണ് അതിൽ. അപ്പൊ 20% കൂടുതലാണ്. ഒരിക്കലും ബി ഓപ്ഷൻ വരില്ലല്ലോ. 20% കൂടുതലേ വരുള്ളൂ. ഒന്നിക്കൽ എനിക്ക് 20.25 വരില്ല, ചെറിയത് വരുള്ളൂ. ഒന്നിക്കൽ 22.6 അല്ലെങ്കിൽ 24.68. അപ്പൊ നിങ്ങൾ എന്ത് വേണം? യെസ്, IRR കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. IRR നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ചെയ്യാൻ പറ്റൂലേ? യെസ്. അപ്പൊ IRR കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? യെസ്, ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെ ചെയ്തിട്ടുള്ള 20% എടുത്തു, 1,67 lakh വന്നു, സംതിങ് വന്നു. പിന്നെ അവർ 25% എടുത്തു, 1,89,77 നെഗറ്റീവ് വന്നു. അപ്പൊ അത് അവര് ചെയ്തപ്പോൾ അവർക്ക് IRR കിട്ടി 24.68. 24.68. അത് അവരേത് രീതിയിലാണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആൻസർ എന്ന് പറയുന്നത് 24.68 ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് ചെറിയ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്.